ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളിതുവരെ PSC ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നോക്കാം ഓരോന്നായി. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിലേക്ക് വഴി തുറന്ന ആദ്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് 1941 ജൂൺ 12 ഒപ്പുവെച്ച സെന്റ് ജെയിംസ് പാലസ് ഡിക്ലറേഷൻ. എവിടെ വെച്ചാണിത് ഒപ്പുവെച്ചത്? ലണ്ടനിൽ വെച്ചാണിത് ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, 1941 ഓഗസ്റ്റ് 14 പ്രസിദ്ധീകരിച്ച അറ്റ്ലാന്റിക് ചാർട്ടറിനായി മുന്നിട്ടിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അറ്റ്ലാന്റിക് ചാർട്ടറിന് നിദാനമായ അറ്റ്ലാന്റിക് കോൺഫറൻസിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഏതു കപ്പലിൽ നടന്ന യോഗത്തിലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പിട്ടത്? HMS പ്രിൻസ് ഓഫ് വെയിൽസ്. 1942 ജനുവരി 1 ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ വെച്ച് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടാനായി എത്ര രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ പങ്കാളികളായത്? 26. ടെഹ്റാൻ കോൺഫറൻസിനു മധ്യേ സ്റ്റാലിൻ, ചർച്ചിൽ, റൂസ്വെൽറ്റ് എന്നീ ലോക നേതാക്കളെ വധിക്കാൻ ജർമ്മനി ആസൂത്രണം ചെയ്തു എന്ന് കരുതപ്പെടുന്ന രഹസ്യ നീക്കത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ലോങ് ജമ്പ്. 1944 ഓഗസ്റ്റ് 21 മുതൽ ഒക്ടോബർ 7 വരെ ചൈന, അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അമേരിക്കയിലെ ജോർജ് ടൗണിൽ എവിടെ സമ്മേളിച്ചാണ് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം രൂപപ്പെടുത്തിയത്? ഡംബർട്ടൺ ഓക്സ്. 1943 ഒക്ടോബർ 18 മുതൽ നവംബർ 1 വരെ അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന് എവിടെ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജോയിന്റ് ഫോർ നേഷൻ ഡിക്ലറേഷൻ തയ്യാറാക്കിയത്? മോസ്കോ. 1945 ഫെബ്രുവരി 11 എവിടെ ചേർന്ന യോഗത്തിലാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവർ ചേർന്ന് ലോക സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഒരു രാജ്യാന്തര സംഘടന വേണം എന്ന പ്രഖ്യാപനത്തിൽ എത്തിയത്? യാൾട്ട. 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെ എവിടെ നടന്ന സമ്മേളനത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന UN ചാർട്ടർ ഒപ്പുവെച്ചത്? സാൻ ഫ്രാൻസിസ്കോ. ഐക്യരാഷ്ട്ര സംഘടന ചാർട്ടറുമായി ബന്ധപ്പെട്ട് 1945 ജൂൺ 25 ആരുടെ അധ്യക്ഷതയിലാണ് സാൻ ഫ്രാൻസിസ്കോ ഓപ്പറ ഹൗസിൽ അവസാന യോഗം നടന്നത്? ഹാലിഫാക്സ് പ്രഭു. UN ചാർട്ടറിൽ ഒപ്പുവെക്കാനായി സാൻ ഫ്രാൻസിസ്കോയിൽ ചേർന്ന സമ്മേളനത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 50. 1945 ജൂൺ 26 സമ്മേളനത്തിൽ പങ്കെടുക്കാതെ 51ാം അംഗരാജ്യമായി UN ചാർട്ടറിൽ പിന്നീട് ഒപ്പുവെച്ച രാജ്യം ഏതാണ്? പോളണ്ട്. UN ചാർട്ടറിന്റെ ആഭിമുഖ്യത്തിന്റെ മുഖ്യ ശില്പിയായി ഗണിക്കപ്പെടുന്ന മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രധാനമന്ത്രി ആരാണ്? ഫീൽഡ് മാർഷൽ ജാൻ ക്രിസ്റ്റ്യൻ സ്മഡ്സ്. UN ചാർട്ടറിൽ എത്ര ആർട്ടിക്കിളുകളാണ് ഉള്ളത്? 111. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? രാമസ്വാമി മുതലിയാർ. ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 24. ഇന്ത്യ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത്? 1945 ഒക്ടോബർ 30. 1946 ഡിസംബർ 7 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോ ഔദ്യോഗികമായി സ്വീകരിച്ചത്? ആരാണിതിനെ രൂപകൽപ്പന ചെയ്തത്? ഒലിവർ ലിൻക്വിസ്റ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന മന്ദിരം നിലകൊള്ളുന്ന മാൻഹാട്ടൻ ദ്വീപിലെ സ്ഥലം സംഭാവന ചെയ്തത് ആരായിരുന്നു? ജോൺ ഡി റോക്ക്ഫെല്ലർ. നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്ര അംഗരാജ്യങ്ങൾ ഉണ്ട്? 193.
ഐക്യരാഷ്ട്ര സംഘടനയിലെ അവസാനത്തെ അംഗരാജ്യം ഏതാണ്? സൗത്ത് സുഡാൻ. ഇളം നീല നിറത്തിൽ ഒലീവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടം ആലേഖനം ചെയ്ത UN പതാക പൊതുസഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ഒക്ടോബർ 20. 1945 ഒക്ടോബർ 24 ആരാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആക്ടിംഗ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത്? ഗ്ലാഡ്വിൻ ജെബ്. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സട്ടൺ പ്ലേസ്, മാൻഹാട്ടൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ട്രിഗ്വേലി. ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയ ആരാണ് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഡാഗ് ഹാമർഷോൾഡ്. 1961 സെപ്റ്റംബർ 18 നോർത്തേൺ റൊഡേഷ്യയിൽ വെച്ച് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ആരാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ? ഡാഗ് ഹാമർഷോൾഡ്. മരണപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന പോരാളികൾക്ക് നൽകുന്ന പുരസ്കാരത്തിനും ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്തെ ലൈബ്രറിക്കും ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡാഗ് ഹാമർഷോൾഡ്. 1961 മരണാനന്തരം സമാധാന നോബൽ സമ്മാനം നേടിയ ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ ആരാണ്? ഡാഗ് ഹാമർഷോൾഡ്. UN സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? യു താൻഡ്. മ്യാൻമർകാരനാണ് ഇദ്ദേഹം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ പദവി അലങ്കരിച്ച ശേഷം സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായ ആർക്കാണ് 1965 ആദ്യത്തെ ജവഹർലാൽ നെഹ്റു അവാർഡ് ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ലഭിച്ചത്? യു താൻഡ്. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ സ്ഥാനത്തു നിന്ന് വിരമിച്ച ശേഷം ഓസ്ട്രിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരായിരുന്നു? കുർട്ട് വാൾഡ്ഹായിം. ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ സ്ഥാനത്തിരുന്ന ജാവിയർ പെരസ് ഡി ക്വയർ പിന്നീട് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമാണ് അലങ്കരിച്ചത്? പെറു. ആഫ്രിക്കക്കാരനായ ആദ്യത്തെ ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ എന്ന ഖ്യാതി ആർക്കാണ് ഉള്ളത്? ബുട്രോസ് ഘാലി, ഈജിപ്ത്.